ഇസ്ലാമാബാദിൽ നടക്കുന്ന നിർണായകമായ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ലോകശക്തികൾ ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര സംവാദങ്ങളിൽ ഇറാനും അമേരിക്കയും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ പ്രാദേശിക സുരക്ഷയും അന്താരാഷ്ട്ര വ്യാപാര പാതകളും സംബന്ധിച്ച ആശങ്കകൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന ഈ ചർച്ചകളിൽ തങ്ങൾക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്നാണ് ഇറാന്റെ അവകാശവാദം. ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇറാൻ ഔദ്യോഗിക പ്രതിനിധികൾ ചർച്ചാമേശയിലേക്ക് എത്തിയത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി മേഖലയിലുണ്ടായ സൈനികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. കേവലം ഒരു ചർച്ച എന്നതിലുപരി തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ അവർ നൽകുന്നത്. അതേസമയം അമേരിക്കൻ പ്രതിനിധി സംഘം കടുത്ത സമ്മർദ്ദത്തിന് നടുവിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ ഇസ്ലാമാബാദിൽ നടത്തുന്ന ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. തങ്ങളുടെ മുൻകാല നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പ്രായോഗികമായ ഒരു നയതന്ത്ര ചട്ടക്കൂട് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് വാഷിംഗ്ടൺ. എന്നാൽ ഇറാന്റെ കർശനമായ നിലപാടുകൾ അമേരിക്കൻ ലക്ഷ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രാദേശിക സുരക്ഷയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നു വന്നത്. മിസൈൽ സാങ്കേതികവിദ്യ, വിവിധ സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ എന്നിവയിൽ ഇരുപക്ഷവും വിരുദ്ധ ധ്രുവങ്ങളിലാണ്. തങ്ങളുടെ പ്രതിരോധ ശേഷി ആഭ്യന്തരമായ കാര്യമാണെന്നും അതിൽ ബാഹ്യമായ ഇടപെടലുകൾ അനുവദിക്കില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. എന്നാൽ പ്രാദേശിക സമാധാനത്തിന് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഭീഷണിയാണെന്ന് അമേരിക്ക വാദിക്കുന്നു. വെടിനിർത്തൽ കരാറുകളെ സംബന്ധിച്ച ചർച്ചകളും ഏറെ സങ്കീർണമാണ്. നിലവിലുള്ള സംഘർഷ മേഖലകളിൽ എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കാം എന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എങ്കിലും രാഷ്ട്രീയമായ ഉറപ്പുകൾ ലഭിക്കാതെ പിൻവാങ്ങാൻ ഇരുവിഭാഗവും തയ്യാറല്ല. ഓരോ നിബന്ധനയും തങ്ങളുടെ തന്ത്രപരമായ സ്ഥാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇരുപക്ഷവും ആഴത്തിൽ വിശകലനം ചെയ്യുന്നുണ്ട്. കടൽ മാർഗമുള്ള വ്യാപാര പാതകളുടെ സുരക്ഷയാണ് മറ്റൊരു നിർണായക വിഷയം. ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പാതകളുടെ നിയന്ത്രണവും സുരക്ഷയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ളതാണ്. ഈ മേഖലയിൽ തങ്ങളുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അമേരിക്കൻ സംഘം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ മൊത്തത്തിലുള്ള ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. ഓരോ വട്ടവും ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പുതിയ ആവശ്യങ്ങളും വ്യവസ്ഥകളും ഇരുവശത്തു നിന്നും ഉയർന്നു വരുന്നു. ഇറാന്റെ ആത്മവിശ്വാസം തങ്ങളുടെ സൈനിക ശേഷിയിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത്. അത് ചർച്ചകളിൽ തങ്ങൾക്ക് കൂടുതൽ വിലപേശൽ ശേഷി നൽകുന്നുണ്ടെന്ന് അവർ കരുതുന്നു. നയതന്ത്ര പരാജയം ഒഴിവാക്കാൻ ട്രംപ് സംഘം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. ഒരു വിശാലമായ നയതന്ത്ര ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കുക വഴി മേഖലയിലെ അമേരിക്കൻ സ്വാധീനം നിലനിർത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇറാൻ പ്രതിനിധികൾ ഓരോ വിഷയത്തിലും നൽകുന്ന മറുപടികൾ പലപ്പോഴും അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നത് ചർച്ചകൾക്ക് ഒരു ഏഷ്യൻ പരിവേഷവും നൽകുന്നുണ്ട്. ചർച്ചകൾക്കിടയിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രസ്താവനകൾ കൂടുതൽ കർക്കശമാണ്. തങ്ങൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് പറയുന്നതിലൂടെ സൈനികമായ ഒരു മുന്നറിയിപ്പ് കൂടി അവർ നൽകുകയാണ്. ഇത് ചർച്ചകളിലെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് ഇരു രാജ്യങ്ങൾക്കും നന്നായി അറിയാം. നയതന്ത്ര ലോകത്ത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലുകളിൽ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു. ലോകമാധ്യമങ്ങൾ ഈ ചർച്ചകളുടെ ഓരോ സെക്കൻഡും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം ഒരുതരം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ചർച്ചകൾ തുടരുന്നത് തന്നെ വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. ഇറാന്റെ തന്ത്രപരമായ കരുത്തിനെ കുറച്ചു കാണാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഉപരോധങ്ങളെ അതിജീവിച്ച് അവർ നേടിയെടുത്ത ആഭ്യന്തര കരുത്ത് ഈ സംവാദങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. തങ്ങളുടെ സ്വയം ഭരണാധികാരത്തിന് കോട്ടം തട്ടുന്ന യാതൊരു കരാറിലും ഒപ്പിടില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇതിനെ എങ്ങനെ മറികടക്കാം എന്നതിലാണ് ട്രംപ് സംഘത്തിന്റെ വിജയം ഇരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെല്ലാം ഈ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്.
പശ്ചിമേഷ്യയിലെ അസ്ഥിരത ആഗോള വിപണിയെയും എണ്ണവിലയെയും ബാധിക്കുമെന്നതിനാൽ എല്ലാവരും ഒരു ഒത്തുതീർപ്പിനായി കാത്തിരിക്കുകയാണ്. ഇസ്ലാമാബാദിലെ ഹോട്ടൽ മുറികളിൽ നടക്കുന്ന രഹസ്യ ചർച്ചകൾ പുറം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷയാണ് സൃഷ്ടിക്കുന്നത്. മേഖലയിലെ മറ്റ് ശക്തികളായ സൗദി അറേബ്യയും ഇസ്രായേലും ഈ ചർച്ചകളെ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. അതിനാൽ തന്നെ അമേരിക്ക ഈ ചർച്ചകളിൽ എന്ത് വിട്ടുവീഴ്ച ചെയ്യുമെന്നത് അവർക്ക് പ്രധാനമാണ്. എന്നാൽ ഇറാൻ തങ്ങളുടെ സുപ്പീരിയർ ഹാൻഡ് ഉപയോഗിക്കുമ്പോൾ ഇത്തരം ആശങ്കകൾക്ക് അവർ വലിയ പരിഗണന നൽകുന്നില്ല. ഇസ്ലാമാബാദിലെ കാലാവസ്ഥ പോലെ തന്നെ ചർച്ചകളിലെ അന്തരീക്ഷവും പ്രവചനാതീതമായി തുടരുകയാണ്. ചില സമയങ്ങളിൽ പുരോഗതിയുടെ സൂചനകൾ ലഭിക്കുമ്പോൾ മറ്റു ചിലപ്പോൾ കടുത്ത തർക്കങ്ങൾ ചർച്ചകളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ മുഖഭാവങ്ങളിൽ നിന്ന് പോലും കാര്യമായി ഒന്നും വായിച്ചെടുക്കാൻ കഴിയാത്ത വിധം അതീവ രഹസ്യമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇറാന്റെ ആത്മവിശ്വാസം ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. പാശ്ചാത്യ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ഒരു പുതിയ ഇറാനെയാണ് ലോകം ഇവിടെ കാണുന്നത്. അമേരിക്കൻ സംഘമാകട്ടെ തങ്ങളുടെ ആഗോള നേതൃസ്ഥാനം ഉറപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ്. ഈ രണ്ട് ശക്തികളുടെയും ഏറ്റുമുട്ടൽ ഇസ്ലാമാബാദിനെ ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റിയിരിക്കുന്നു. പക്ഷേ ഇസ്ലാമാബാദിലെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആരായിരിക്കും യഥാർത്ഥ വിജയി എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ കാണിക്കുന്ന ദൃഢത അവരെ ഒരു ഘട്ടം മുന്നിലെത്തിച്ചിട്ടുണ്ട്. ട്രംപ് സംഘത്തിന്റെ ഓരോ നീക്കവും ഈ മുൻതൂക്കത്തെ മറികടക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. പശ്ചിമേഷ്യയുടെ സമാധാനവും സുരക്ഷയും ഈ സംവാദങ്ങളുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന ഔദ്യോഗിക പത്രക്കുറിപ്പുകൾ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുകയുള്ളൂ. നയതന്ത്രത്തിന്റെ ഈ ചതുരംഗ കളത്തിൽ ഓരോ നീക്കവും നിർണായകമാണ്. ആത്യന്തികമായി ഒരു പുതിയ പ്രാദേശിക ക്രമം രൂപപ്പെടുമോ അതോ സംഘർഷം തുടരുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഇസ്ലാമാബാദ് ചർച്ചകൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് എന്നതിൽ തർക്കമില്ല.